ഹായ് എവരിവൺ. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്നുള്ള ഭാഗമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഷെയർ എന്നുള്ളത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസിനെ കുറിച്ചും അതിൻ്റെ ഇഷ്യൂ ഓഫ് ഷെയർസിനെ കുറിച്ചും അതിൻ്റെ ജേണൽ എൻട്രീസും എല്ലാമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിബെഞ്ചർ എന്താണ്, ബോണ്ട് എന്താണ്, ബോണ്ടും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഏതൊക്കെയാണ്, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഏതൊക്കെയാണ്, ഏതിൻ്റെയൊക്കെ തരത്തിലാണ് ഡിബെഞ്ചർ തരംതിരിച്ചിട്ടുള്ളത് എന്നീ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിബെഞ്ചർ എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റായിട്ട് പഠിക്കേണ്ടത്. അതിൽ ഡിബെഞ്ചർ, ദ ടേം ഡിബെഞ്ചർ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഡിബർ. ഡിബെഞ്ചർ എന്നുള്ള വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ചെയ്തിട്ടുള്ളത് ഡിബെയർ എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് ടു ബോറോ. ബോറോ എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ് ബോറോ എന്ന് പറഞ്ഞാൽ? ബോറോ മീൻസ് കടം വാങ്ങുക എന്നുള്ളതാണ് ഡയറക്റ്റ് അതിൻ്റെ മലയാള മീനിങ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അഥവാ നമ്മൾ ഈ കടം വാങ്ങുക അല്ലെങ്കിൽ ബോറോ എന്ന അർത്ഥമുള്ള ലാറ്റിൻ വേർഡായിട്ടുള്ള ഡിബെയർ എന്നിൽ നിന്നാണ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ കടപ്പത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ കമ്പനി നമ്മളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടാകുമ്പോഴേക്കാണ് കൂടുതലായിട്ട് ഡിബെഞ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറക്കുന്നത്. ഒരു കമ്പനി ഡിബെഞ്ചർ ഇറക്കുന്നത് അവർക്ക് ഫണ്ടിൻ്റെ ആവശ്യകത ഉണ്ടാകുമ്പോൾ അവരുടെ ലോങ് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലും കമ്പനീസ് എന്തിറക്കുന്നത്, ഡിബെഞ്ചേഴ്സ് ഇറക്കുന്നത്. ആ ഡിബെഞ്ചർ ഇറക്കി കടപ്പത്രം ഒരു ആൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെയാണ്, അല്ലെങ്കിൽ ആ കടപ്പത്രം എന്തിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ആണ്, നമ്മൾ കമ്പനിക്ക് പണം കൊടുത്തതിന് ഉള്ള ഒരു അക്നോളജ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അഥവാ ഒരാളുടെ കയ്യിൽ നിന്ന്, ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു കമ്പനി കടം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഒന്നിനെയാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. ഈ ഒരു ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെൻറ്റ്. ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു അക്നോളജ്മെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, ഡെപ്റ്റിന് വേണ്ടിയിട്ടുള്ള, ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. കമ്പനി അവരുടെ കോമൺ സീൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു കടപ്പത്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 2.2 ഓഫ് സബ്സെക്ഷൻ 12 ഓഫ് ദ കമ്പനീസ് ആക്ട്, കമ്പനീസ് ആക്ട് പ്രകാരം ഡിബെഞ്ചർ എന്ന് പറയുന്നത്, ഡിബെഞ്ചർ ഇൻക്ലൂഡ്സ് ഡിബെഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ ഡിബെഞ്ചർ ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്തൊക്കെ? ഡിബെഞ്ചേഴ്സ്, സ്റ്റോക്ക്, ബോണ്ട്സ് ആൻഡ് എനി അതർ സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഓർ നോട്ട്. ഓക്കെ, ഇനി സ്പെഷ്യലായിട്ട് ഇതിൽ പറയുന്നത് ദ ഹൗ ടു ബി repaid on the date of maturity after paying specific interest of a regular intervals. ഈ ഡിബെഞ്ചർ എന്ന് പറയുന്നത് കമ്പനി എന്ത് ചെയ്യും, റീപേ ചെയ്യും ഒരു സ്പെസിഫിക് പീരീഡ് കഴിഞ്ഞാൽ. ഏത് പീരീഡ് പറഞ്ഞിട്ടാണോ, എത്ര വർഷങ്ങൾ പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം പറഞ്ഞിട്ടാണോ കമ്പനി ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഡിബെഞ്ചർ അലോ ചെയ്തിട്ടുള്ളത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി റീപേ ചെയ്യും. ആ റീപേ ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ മെച്യൂരിറ്റി, ആ റീപേ ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പെസിഫിക് പീരീഡിൽ അവർ റെഗുലർ ഇൻ്റർവെല്ലിൽ അവരെന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് നൽകുക തന്നെ ചെയ്യും.
In short, debentures are a debt instrument. Debentures represent loan or borrowed capital of a company. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബോറോഡ് ക്യാപിറ്റൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്, ഇറ്റ് ഈസ് എ കോമൺ ടു പുട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിഫോർ ഡിബഞ്ചർ. ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിബഞ്ചർ ഇറക്കുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ ഡിബഞ്ചർ ഒരാൾക്ക് നൽകുന്നതിന് മുമ്പേ തന്നെ അതിനുള്ള ഒരു റൈറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, പ്രീ ഡിറ്റർമിൻ ചെയ്യും, മുന്നേ കൂട്ടി എന്ത് ചെയ്യും, നിശ്ചയിക്കും എന്നുള്ളതാണ്. സപ്പോസ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ക്യാരിങ് ഇൻട്രസ്റ്റ് ഓഫ് 8%, 8%-നാണ് നമ്മൾ ഡിബഞ്ചർ നൽകുന്നതെങ്കിൽ അതിന് വിൽ നോൺ ആസ് 8% ഡിബഞ്ചർ. 8% ഇൻട്രസ്റ്റ് ആണ് നൽകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, 8% ഡിബഞ്ചർ എന്ന് പറയും. ഈ ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബോണ്ട്. എന്താണ് ബോണ്ട് എന്നുള്ളതാണ്. ബോണ്ട് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് കോമൺ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഡെപ്റ്റ്, കടത്തിന് നൽകുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, ബോണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഈ ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻ ബോണ്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പ്രീ ഡിറ്റർമിൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിബഞ്ചറിൽ നമ്മുടെ റൈറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ബോണ്ടിൽ എന്തില്ല, അത് പ്രീ ഡിറ്റർമിൻഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ബോണ്ട് എന്ന് പറയുന്നത് മുന്നേ കൂട്ടി നിശ്ചയിക്കാതെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രീ ഡിറ്റർമിൻ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഡിബഞ്ചർ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഡിബഞ്ചർ എന്ന് പറയുന്നത് അത് മുന്നേ കൂട്ടി പ്രീ ഡിറ്റർമിൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ബോണ്ട്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് മാക്സിമം ഡിസ്കൗണ്ട്. ബോണ്ട് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ലെസ്സർ ഡിസ്കൗണ്ട്, കമ്പാരിറ്റീവ്ലി ബോണ്ടിനേക്കാളും ലെസ് എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുവദിച്ചു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഈസ് ബോണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഈസ് പ്രൈസ് ഓഫ് ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്. ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം റിഡംഷൻ പ്രൈസും ഇഷ്യൂ പ്രൈസും, റിഡംഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വാങ്ങുമ്പോഴുള്ള പ്രൈസും അതേപോലെ തന്നെ നമ്മൾ നൽകുമ്പോഴുള്ള പ്രൈസും, അത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഡിബഞ്ചറിനെ സംബന്ധിച്ച് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫേസ് വാല്യൂ ഓർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫേസ് വാല്യൂയിലോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിൻലി ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ബോണ്ട് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻ ചെയ്യില്ല എന്നുള്ളതാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ഇസ് ചാർജ്. എന്താണ് ചാർജ് എന്നുള്ളതാണ്. ദ ടേം ചാർജ് സിംപ്ലി റെഫേഴ്സ് ടു മോർട്ടിഗേജ്. ഒരു ചാർജ് എന്ന് പറയുന്നതിന് നമ്മൾ സിംപ്ലി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടിഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരാൾക്ക് കടം കൊടുക്കുമ്പോൾ നമ്മൾ ജാമ്യത്തിനായിട്ട് എന്തെങ്കിലും കൊടുക്കും, അതിനെയാണ് ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് സെക്യൂറിങ് ദ ലോൺ ബൈ എൻകംബറിങ് അസറ്റ്സ് എഗെയിൻസ്റ്റ് ദ ലോൺസ്. നമ്മളുടെ ലോൺസിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ചാർജ് എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് ചാർജ്, ഫിക്സ്ഡ് ചാർജ് ഓർ എ ചാർജ് ഫ്ലോട്ടിംഗ് ചാർജ്. എന്താണ് ഫിക്സ്ഡ് ചാർജ്?
എ ഫിക്സ്ഡ് ചാർജ് മീൻസ് a charge created on specific assets of a permanent nature such as land, building, machinery. ഫിക്സ്ഡ് ചാർജ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചാർജ് എന്തായിരിക്കും, പെർമനൻ്റ് ആയിരിക്കും. ലാൻഡിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫിക്സ്ഡ് ചാർജ് എന്ന് പറയുന്നത് അവരുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റിലായിരിക്കും. അഥവാ ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചാർജായിട്ട് നൽകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ ആയിരിക്കും. ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ചാർജ് ക്രിയേറ്റഡ് നോട്ട് ഓൺ സ്പെസിഫിക് അസറ്റ്, അത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള അസറ്റിലായിരിക്കില്ല, ബട്ട് ജനറലി ഓൺ ഓൾ അസറ്റ്. ഇപ്പോൾ ഫിക്സഡ് ചാർജിൽ അവർ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷീനറി ആയിരിക്കാം. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു സാധനം നമ്മളുടെ മോർട്ട്ഗേജ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഫിക്സഡ് ചാർജ്. പക്ഷേ ഫ്ലോട്ടിംഗ് ചാർജ് എന്ന് പറയുന്നത് നോട്ട് ഓൺ സ്പെസിഫിക് ആയിരിക്കില്ല, പക്ഷേ എല്ലാത്തിലും, ബട്ട് ജനറൽ ഓൾ അസറ്റ് ഈസ് നോൺ ആസ് ഫ്ലോട്ടിംഗ് ചാർജ്. എല്ലാ അസറ്റിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു, ഫ്ലോട്ടിംഗ് ചാർജായിട്ട് കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് നേച്ചർ ഓഫ് ഡിബഞ്ചർ. എന്താണ് ഡിബഞ്ചറിൻ്റെ നേച്ചർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ നേരത്തെ ഡിബഞ്ചർ എന്താണെന്നുള്ളത് വിശദീകരിച്ച് പഠിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാവിധ നേച്ചറും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓതറൈസേഷനിലാണ് നമ്മൾ ഡിബഞ്ചർ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇറ്റ് ക്യാരീസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മുന്നേ തന്നെ ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ക്യാരി ചെയ്യുന്നു എന്ത്, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത് ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് എ കോൺട്രാക്ട് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് എ സ്പെസിഫിക് ഡേറ്റ്. നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു നൽകുന്നതിന് വേണ്ടി, റീപേയ്മെൻറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഡേറ്റ് നമ്മളെന്ത് ചെയ്യുന്നു, കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വെക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇത് ജനറലി എന്താണ്, ഡിബഞ്ചർ എന്ന് പറയുന്നത്, കടപ്പത്രം എന്ന് പറയുന്നത് സെക്യൂരിറ്റി അല്ലെങ്കിൽ സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഡിബഞ്ചറും ഷെയറും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഷെയർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെന്ത് പഠിച്ചു അല്ലേ. ഷെയർ എന്ന് പറയുന്നത്, ഷെയർ ഈസ് എ പാർട്ട് ഓഫ് ഓൺഡ് ക്യാപിറ്റൽ. ഓൺഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്, ഒരു യൂണിറ്റാണ് എന്തെന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഈസ് എ പാർട്ട് ഓഫ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോണിൻ്റെയോ അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റലിൻ്റെയോ ഒരു പാർട്ടാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർ. ഷെയറിന് നൽകുന്നത് ഡിവിഡൻ്റാണ്. നമ്മൾ ലാഭവിഹിതമാണ് ഷെയറിന് നൽകുന്നത്. ഇവിടെ ഡിബഞ്ചറിനാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് നൽകുന്നത്. ഷെയറിനെ സംബന്ധിച്ചിടത്തോളം റേറ്റ് ഓഫ് ഡിഫറൻറ്റ് മേ വേരി ഫ്രം ഇയർ ടു ഇയർ. പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഇയറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഷെയറിൻ്റെ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഡിബഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. Shareholder gets dividend only if there is a profit, thus it is an appropriation item. ഷെയർ ഹോൾഡറിന് ഇവിടെ ഷെയർ അവരുടെ ഡിവിഡൻഡ് ലഭിക്കുന്നത് കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഡിബഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് നൽകുക തന്നെ വേണം എന്നുള്ളതാണ്. ഷെയർ എന്ന് പറയുന്നത് അൺസെക്യൂർഡാണ്. ബിക്കോസ് നമ്മൾ കമ്പനി ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷെയർ വാല്യൂ
താഴ്ന്നു പോകാം. ഡിബഞ്ചർ ഈസ് ജനറലി സെക്യൂർ ആണ്. എന്തുകൊണ്ടാണ് ജനറലി ഡിബഞ്ചർ സെക്യൂർ ആണെന്ന് പറയാനുള്ള കാരണം, അതിന് നമ്മൾ മോർട്ട്ഗേജ് ആയിട്ട് നമ്മൾക്ക് ഫിക്സ്ഡ് ചാർജ് ആണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു മെഷീൻ്റെ ബേസിൽ, ലാൻഡിൻ്റെ ബേസിൽ, അതല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ബേസിൽ നമ്മൾക്ക് ജാമ്യമായിട്ട് അവിടെ ഒന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്, ഷെയർ ഹോൾഡർ ഈസ് എ പ്രൊപ്പറേറ്ററാണ് അല്ലേ. ഇനി എന്തൊക്കെ തരത്തിലുള്ള കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡിബഞ്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 4 ബേസിസിലാണ് ഡിബഞ്ചേഴ്സ് ഉള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി, ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റി. ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾക്ക് ഡിബഞ്ചറിനെ അല്ലെങ്കിൽ ഡിബഞ്ചറിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. On the basis of registration, there are 2: registered debenture and bearer debenture. എന്താണ് രജിസ്ട്രേഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, these debentures are payable to person recorded in the register of debenture holders. This can be transferred only with the knowledge of the company. This means that these are transferable only by transfer deed. രജിസ്ട്രേഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഡിബഞ്ചർ കൊടുക്കുന്നത് ഡിബഞ്ചർ ഓർഡറിൻ്റെ രജിസ്ട്രേഡിനനുസരിച്ച്, ആ ഒരു രജിസ്റ്ററിനനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഡിബഞ്ചർ ഡീഡിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒൺലി ബൈ ട്രാൻസ്ഫർ ഡീഡിൻ്റെ ബേസിസിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ബിയറർ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ഡിബഞ്ചേഴ്സ് ആർ പേയബിൾ ടു ദ ബിയറർ. ദ കമ്പനി മെയിൻറ്റെയിൻസ് നോ രജിസ്റ്റർ ഫോർ ദീസ് ഡിബഞ്ചേഴ്സ്. കമ്പനി ഈ ഒരു ഡിബഞ്ചേഴ്സ് പേയബിൾ ചെയ്യുന്നത്, കൊടുക്കുന്നതെല്ലാം ബിയറർക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി ഇതിന് വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ എന്ത് ചെയ്യില്ല, മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. These are transferable by mere delivery. No deed is required. സാധാരണ പോലെയുള്ള ഒരു ട്രാൻസ്ഫർ ആയിരിക്കും ഈ ഒരു ഡിബഞ്ചറിൻ്റെ പുറത്ത് നടത്തുന്നത്. ഇവിടെ ഡീഡ് എന്തെന്ന് പറയുന്നത് റിക്വയർഡ് അല്ല എന്നുള്ളതാണ്. ഫോർ ദെയർ ട്രാൻസ്ഫർ, ഡിബഞ്ചറിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ഓൺ ദ ബേസിസ് ഓഫ് സെക്യൂരിറ്റി, രണ്ടാമത്തെ ബേസിസ് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ്റെ രണ്ടാമത്തെ ബേസിസ് പറയുന്നത് സെക്യൂരിറ്റീൻ്റെ ബേസിലാണ്. സെക്യൂർഡ് ഓർ മോർട്ട്ഗേജ് ഡിബഞ്ചർ എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. These debentures are secured by the assets of the company. These are secured either on a particular asset or on the basis of the company in general. Secured or mortgage debenture എന്ന് പറയുന്നത് ഈ ഒരു ഡിബഞ്ചർ കമ്പനിയുടെ അസറ്റിൻ്റെ പേരിൽ എന്തായിരിക്കും, സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ദീസ് ആർ സെക്യൂർഡ് എയ്തർ പെർട്ടിക്കുലർ അസറ്റ് ആണെങ്കിൽ എന്താണ്, ഫിക്സഡ് ചാർജാണ് അല്ലേ. അപ്പോൾ ഫിക്സഡ് ചാർജിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജിൻ്റെ പേരിലോ നമ്മളുടെ ഡിബഞ്ചർ, കടപ്പത്രം എന്നുള്ളത് സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ് സെക്യൂർഡ് മോർട്ട്ഗേജ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൺസെക്യൂർഡ് ഓർ നെയ്ക്കഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് സെക്യൂർഡ് ഓൺ എനി അസറ്റ്. ഇത് ഡിബഞ്ചർ, ഈ കടപ്പത്രങ്ങൾ ഒന്നിൻ്റെയും ബേസിൽ, യാതൊരുവിധ അസറ്റിൻ്റെയും ബേസിൽ എന്തായിരിക്കില്ല, സെക്യൂർ ആയിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് അതിൻ്റെ ഒരു ബേസിൽ സെക്യൂർ അല്ലെങ്കിൽ കൂടി ഇതിൻ്റെ കമ്പനിയുടെ ജനറലി ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് സെക്യൂർഡാണ് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് റിഡംഷൻ. റിഡംഷൻ്റെ ബേസിസിൽ രണ്ട് തരത്തിലാണുള്ളത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സും ഇറഡീമബിൾ പെർപെച്വൽ ഡിബഞ്ചേഴ്സും. എന്താണ് ഇറഡീമബിൾ ഡിബഞ്ചറും റിഡീമബിൾ ഡിബഞ്ചറും? റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, these debentures are repayable after a fixed period either in lump sum or by installment.
റിഡീമബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബഞ്ചേഴ്സ്, അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഡിബഞ്ചേഴ്സ് എല്ലാം എന്താണ്, ആഫ്റ്റർ പീരീഡ്, ഫിക്സഡ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ നമ്മളുടെ ഡിബഞ്ചർ എമൗണ്ട്സ്, കടപ്പത്രത്തിന് മേലെയുള്ള എമൗണ്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ആ എമൗണ്ട് റീപേബിൾ ആണ് എന്നാണ്. നെക്സ്റ്റ് ഈസ് റിഡീമബിൾ ഓർ പെർപെച്വൽ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ നോട്ട് റിഡീമബിൾ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലൈഫ്, അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് വരെ ഈ തരത്തിലുള്ള റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്തായിരിക്കില്ല, റീപേ അല്ലെങ്കിൽ നമ്മൾക്ക് റെഡീമായിട്ട് കിട്ടില്ല എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് കൺവേർട്ടബിലിറ്റി. കൺവേർട്ടബിലിറ്റിയുടെ ബേസിസിലാണെങ്കിൽ രണ്ടെണ്ണമാണ്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സും. അപ്പോൾ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡിബഞ്ചേഴ്സ് ആർ കൺവേർട്ടബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ ഹോൾഡർ into shares within or after a certain period. These are classified into two fully convertible debentures and partially convertible debentures. ഈ ഡിബഞ്ചർ, കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലോട്ട്? ഷെയറിലോട്ട്. ഒരു സേർട്ടൈൻ പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷെയറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾക്ക് രണ്ട് തരത്തിൽ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഫുള്ളി ഡിബഞ്ചർ ഫുള്ളായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പാർട്ടായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ഗിവ് എനി ഓപ്ഷൻ ടു കൺവേർട്ടബിൾ ഇൻ ടു ഷെയർസ്. ഷെയറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ തരത്തിലുള്ള, അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന് കൊണ്ട് എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് ഡിബഞ്ചർ എന്നുള്ളതും, അതുപോലെ തന്നെ എന്താണ് ബോണ്ട്, ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നേച്ചർ ഓഫ് ഡിബഞ്ചർ പഠിച്ചു. അതുപോലെ തന്നെ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചർ എന്നുള്ളതും പഠിച്ചു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു.